അപ്പൊ നമ്മൾ ഇന്ന് മെമ്മറീസ് എന്ന് പറഞ്ഞ പോർഷൻ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെമ്മറീസ് പറഞ്ഞിട്ടുണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ റോം അതിന്റെ പിന്നീട് വരുന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ് അതിനകത്ത് കിടക്കുന്നതൊക്കെ. ഓക്കെ, സോ ആദ്യം നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിന് ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് അതിന്റെ ഡിസൈൻ, റാമിന്റെ ഒക്കെ ഡിസൈൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ സോ മെമ്മറീസിനകത്ത് മെമ്മറീസ് എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്, ദാറ്റ് ഇസ് റാം എന്നും പറയും. ഓക്കെ, അപ്പം ഈ റാം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പൊ ഓവറോൾ എന്താണ് ഇപ്പൊ റാം സൈസ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങുമ്പോഴും അതിന്റെ റാം സൈസ് ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത് അല്ലേ. റാമിന്റെ സൈസ് കുറയുകയാണെങ്കിൽ ഓവറോൾ സ്പീഡ് കുറയും. അപ്പൊ റാമിന്റെ സൈസ് ആണ് എന്താണ് ഒരു ഡിവൈസിന്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ റാമിന്റെ സൈസ് ആണ്. കാരണം സപ്പോസ് ഇപ്പം നിങ്ങളുടെ ALU-ന് ഓക്കെ, ഇഫ് യു വാണ്ട് ടു ആക്സസ് സം പ്രോഗ്രാംസ്, അതിന്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ ALU-ന് കുറച്ച് പ്രോഗ്രാംസ് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ALU ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ് നമ്മുടെ. ഓക്കെ, ALU നമ്മുടെ സിസ്റ്റത്തിലുള്ള. അപ്പൊ ALU-ന് കുറെ പ്രോഗ്രാംസ് ആക്സസ് ചെയ്യണം ഫ്രം ദ ഹാർഡ് ഡിസ്ക്. ഓക്കെ, അപ്പൊ ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് വിചാരിക്കും. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർഡ് ഡിസ്കിനകത്ത് കുറെ പ്രോഗ്രാംസിന് നമ്മുടെ ALU ആക്സസ് ചെയ്യണം. പക്ഷേ ഈ ഹാർഡ് ഡിസ്കിനകത്ത് കുറെ ഇറ്റ് ഹാസ് ഗോട്ട് എന്താണ് പ്ലെന്റി ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. സോ സിൻസ് ദ ഹാർഡ് ഡിസ്ക് ഹാസ് പ്ലെന്റി ഓഫ് പ്രോഗ്രാം, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ ALU ടു എന്താണ് ടു കണക്ട് ടു സോർട്ട് ഔട്ട് ദ റിക്വയർഡ് പ്രോഗ്രാം. ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന്, ഇത് ഹാർഡ് ഡിസ്കിൽ ചുമ്മാ ഡയഗ്രാമായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നിന്ന് കുറെ പ്രോഗ്രാം ഉള്ളത് നമ്മുടെ ALU-ന് ഇതിനകത്ത് സോർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും ALU-ന്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ അവിടെ ഒരു റാം, ഫോർ ദിസ് ഒരു റാം വിൽ ബി പ്രൊവൈഡഡ്. ഓക്കെ, അപ്പൊ ഒരു റാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ഓക്കെ, റാം വിൽ ബി പ്രൊവൈഡഡ്. റാം എന്താ ചെയ്യുന്നത്? ഈ റാം എന്താണെന്ന് അറിയാമോ? ഈ റാം വിൽ കളക്ട് ദ റിക്വയർഡ് പ്രോഗ്രാംസ് ഓർ ദ പ്രോഗ്രാംസ് റിക്വയർഡ് ബൈ ദ ALU. ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മുടെ റാം കളക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ പ്രൊവൈഡ് ദിസ് പ്രോഗ്രാം. ഓക്കെ, ആൻഡ് ഈ പ്രോഗ്രാം പിന്നെ എന്താണ് കൊടുക്കുന്നത്? ഈ ഇതെല്ലാം കണക്ട് ചെയ്ത് ഈ പ്രോഗ്രാംസിന് എന്താണ് ഈ റാം നമ്മുടെ ALU-ന് കൊടുക്കും. ഓക്കെ, സോ എന്താണ് ഈ ALU-നൊപ്പം കുറച്ചുകൂടി ഈസി ആവും. ഇറ്റ് വിൽ ബിക്കം ഈസി ഫോർ ALU. ഓക്കെ, പക്ഷേ if ALU require 100 programs at a time, okay, ഈ ALU-ന് ഒരു 100 പ്രോഗ്രാംസ് അറ്റ് എ ടൈം വേണമെന്ന് വിചാരിക്കും. ആൻഡ് ഇഫ് ലൈക്ക് സേ ഈ സൈസ് ഓഫ് ദ റാം വളരെ ചെറുതാണെന്ന് വിചാരിക്കും. വളരെ ചെറുതാ സൈസ് ഓഫ് ദ റാം ചെറുതാണ് സച്ച് എ വേ ദാറ്റ് അതിന് അറ്റ് എ ടൈം ഒരു 50 പ്രോഗ്രാംസ് മാത്രമേ അറ്റ് എ ടൈം നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ റാം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് 50 പ്രോഗ്രാം, എന്നിട്ട് ഈ 50 പ്രോഗ്രാമിനെ ALU-ലേക്ക് കൊടുക്കും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് 100 പ്രോഗ്രാം. എന്നിട്ട് ഇത് എഗെയിൻ, അപ്പൊ ALU-ന് മൊത്തത്തിൽ 100 ആ വേണ്ടത്, ആദ്യം ഒരു 50 എടുക്കും. എഗെയിൻ ഇറ്റ് വിൽ ടേക്ക് 50 പ്രോഗ്രാം ആൻഡ് ദെൻ ദിസ് റാം വിൽ ഗീവ് ഇറ്റ് ടു ദ ALU. ഓക്കെ, റാദർ ദാൻ ഗിവിംഗ് 100 പ്രോഗ്രാം അറ്റ് എ ടൈം ALU-ന് കൊടുക്കുന്നതിന് വരെ ഇങ്ങനെ 50-50 ആയിട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഷുവർലി നമ്മുടെ എന്താണ് സ്പീഡ് ഡിക്രീസ് ചെയ്യും. അപ്പൊ റാമിന്റെ സൈസ് ഒക്കെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. റാമിന്റെ സൈസ് ചെറുതാണെങ്കിൽ ഇതേ കൂട്ടായിരിക്കും ആ ഒരു പ്രോഗ്രാമിനെ ഇങ്ങനെ ഫെച്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഒക്കെ ചെയ്യുന്നത്. അപ്പൊ റാമിന്റെ സൈസ് ചെറുതായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ ആണ് എന്താണ് കേട്ടോ, കറക്റ്റ് ഇതല്ല, ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ റാമിന്റെ സൈസ് ചെറുതാണെങ്കിൽ ഷുവർലി എന്താണ് അപ്പം നമ്മുടെ ഡിവൈസിന്റെ സ്പീഡ് കുറയും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വൈ നമ്മൾ എന്താണ് ഈ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ലാപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴത്തേക്കും വി വിൽ ഓൾവേസ് ആസ്ക് ഫോർ ഡിവൈസസ് വിച്ച് ഹാവ് ലാർജ് റാം സൈസ് അല്ലേ. അപ്പൊ ലാർജ് റാം സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പം ഇവിടെ ഓർക്കേണ്ടത് സൈസ് ഓഫ് ദ റാം. ഓക്കെ, സൈസ് ഓഫ് ദ റാം. Okay, size of the RAM determines what? Size of the RAM determines the speed of the device. The speed of the device. Okay, if RAM size is less, overall speed കുറയുമായിരിക്കും. Okay, so if RAM ന്റെ
If RAM size is less, okay, overall operating speed എന്ന് പറയുന്നത് കുറയും. Okay, overall speed decreases. Okay, സോ റാമിന്റെ സൈസ് ആണ് നമ്മുടെ ഡിവൈസിന്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റാമിന്റെ ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, ആവശ്യം ഉള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കുറെയൊക്കെ ഇതിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കുറെ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ റാമും അതുപോലെ തന്നെ പ്രോഗ്രാമബിൾ റോം ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇൻഡെപ്തിൽ പഠിക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് ലെറ്റസ് ലേൺ ദ ഡിസൈൻ ഓഫ് റാം. ഓക്കെ, സോ സപ്പോസ് ഒരു ബിറ്റ് മെമ്മറി സ്റ്റോറേജിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 മെമ്മറി സെല്ലാണ്. ഓക്കെ, 1 മെമ്മറി സെൽ. ആ മെമ്മറി സെൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 മെമ്മറി സെൽ ഈസ് യൂസ്ഡ് ഫോർ വൺ ബിറ്റ് മെമ്മറി. ഒരു ബിറ്റ് മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മെമ്മറി സെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെമ്മറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ മെമ്മറി സെല്ലിനകത്ത് ഒരു വേർഡ് ലൈൻ ഉണ്ടാവും. ഓക്കെ, ദെൻ ദർ വിൽ ബി എ ബിറ്റ് ലൈൻ ഓൾസോ. ഓക്കെ, ഡേറ്റ ഫെച്ച് ചെയ്യാനായിട്ട് അതിനകത്ത് വേർഡ് ലൈൻ ഉണ്ടാവും. ദർ വിൽ ബി എ ബിറ്റ് ലൈൻ. കൂടുതൽ മൈക്രോ കൺട്രോളറിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഈ ഒരു ടെർമിനോളജീസ് ഒക്കെ പഠിക്കും. ഓക്കെ, വേർഡ് ലൈൻ ആൻഡ് ബിറ്റ് ലൈൻ. ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് മെമ്മറി സെല്ല് യൂസ് ചെയ്യുന്നത് നമ്മുടെ മോസ് ആണ് കേട്ടോ. നമ്മുടെ മോസ് കപ്പാസിറ്ററിന്റെ ആ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മോസ്ഫെറ്റും പിന്നെ മോസ് കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പൊ ആ മോസിലേക്ക് ഇതൊരു മെമ്മറി സെല്ലിന്റെ ഇതാണ്. ദിസ് ഈസ് എ മോസ്ഫെറ്റ് ഡിവൈസ്. ആ മോസ്ഫെറ്റിന്റെ ഒരു ടെർമിനലിൽ വേർഡ് ലൈൻ കൊടുക്കും, മറ്റേലേക്ക് ഇറ്റ് വിൽ ബി ബിറ്റ് ലൈൻ. ഇതിന്റെ ആർക്കിടെക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കാം, ബിക്കോസ് നമ്പർ ഓഫ് മോസ് അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞുതരാം. ദർ വിൽ ബി എ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ പറയുന്നത് അഗെയിൻ മോസ്ഫെറ്റ് ആണ്, മോസ് കപ്പാസിറ്റർ ആണ് കേട്ടോ. മോസ് കപ്പാസിറ്റർ, മോസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ആണ്. ദിസ് ഈസ് എ മോസ് കപ്പാസിറ്റർ ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു 1 മെമ്മറി സെല്ലിന് വേണ്ടിയിട്ടാണ്, ഫോർ 1 ബിറ്റ് മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഫോർ മെനി സ്റ്റോറേജ് ആകുമ്പോഴപ്പം ഫോർ മെനി ബിറ്റ് സ്റ്റോറേജ് ഫോർ മെനി ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? ദർ വിൽ ബി എ സിംഗിൾ വേർഡ് ലൈൻ. ഓക്കെ, ദെൻ ദർ വിൽ ബി എ ബിറ്റ് ലൈൻ. ഓക്കെ, എന്നിട്ട് ദർ വിൽ ബി കണ്ടോ മോസ്ഫെറ്റ്. എൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. കപ്പാസിറ്റർ, മോസ് കപ്പാസിറ്റർ, ഗ്രൗണ്ടഡ്, അഗെയിൻ ദ ബിറ്റ് ലൈൻ. ദിസ് ഈസ് ദ ബിറ്റ് ലൈൻ. ഓക്കെ, ടു ലോഡ് ദ ബിറ്റ്. ദെൻ ദർ വിൽ ബി എ വേർഡ് ലൈൻ. ഓക്കെ, നൗ അഗെയിൻ ദർ വിൽ ബി, ഇപ്പൊ കുറെ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് ഇങ്ങനെയായിരിക്കും കണക്ഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് വൺ എൻഡ് ഇറ്റ് വിൽ ബി കണക്റ്റഡ് ടു മോസ് കപ്പാസിറ്റർ, ഗ്രൗണ്ടഡ്. ദിസ് ഈസ് ബിറ്റ് ലൈൻ. ഓക്കെ, അങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. Okay, this will be connected to bit line. Now the other thing connected to other terminal connected to MOS capacitor and it will goes on. Okay, ഇതാണ് ഒരു മെയിൻ ഡിസൈനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇനി നമുക്ക് ഡിസൈൻ ഓഫ് റാമിനകത്ത് നമുക്ക് 2 ഓപ്പറേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. റൈറ്റ് ഓപ്പറേഷനും ഉണ്ട്, റീഡ് ഓപ്പറേഷനും ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഈ റാമിനകത്ത് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് റാം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ലെറ്റസ് ലേൺ ദ റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ റാം തന്നെ 2 ഉണ്ട്, ഡൈനാമിക്, സ്റ്റാറ്റിക്, അതിലേക്കൊക്കെ ഞാൻ വരുവാണ്. അപ്പൊ ആദ്യം നമുക്ക് ഡൈനാമിക് റാം എന്താണെന്ന് പഠിക്കാം. ഓക്കെ, റാമിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അതിനകത്ത് വരുന്നത്. ഡൈനാമിക് റാം ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഡൈനാമിക് റാം. ഓക്കെ, അപ്പൊ ഡൈനാമിക് റാമിനകത്ത് റൈറ്റ് ഓപ്പറേഷൻ. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ ഓഫ് റാം. ഓക്കെ, അപ്പൊ ഇവിടെ 2 ലൈൻ ഉണ്ട്, വേർഡ് ലൈനും ഉണ്ട്, ബിറ്റ് ലൈനും ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, അപ്പം നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് വിൽ ബി കണക്റ്റഡ് ടു a bit line and here it will be connected to word line.
ഇവിടെ ഒരു മോസ് കപ്പാസിറ്റർ ഉണ്ടായിരിക്കും ആൻഡ് ദാറ്റ് വിൽ ബി ഗ്രൗണ്ട്. ഓക്കെ, ഡിഫറെന്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ വേർഡ് ലൈനും ബിറ്റ് ലൈനും ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം എന്താണ് വേർഡ് ലൈൻ ആക്ടിവേറ്റഡ്, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ബിറ്റ് ലൈൻ ഓൾസോ ആക്ടിവേറ്റഡ്, ബിറ്റ് ലൈൻ ഓൾസോ ആക്ടിവേറ്റഡ്. ഓക്കെ, സോ ഈ വേർഡ് ലൈൻ എന്ന് പറയുന്നത് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും, നമ്മുടെ മോസ്ഫെറ്റ് ഓൺ ആകും. ഈ മോസ്ഫെറ്റ് എന്താണെന്ന് അറിയാം, മോസ്ഫെറ്റ് ഓൺ ആകും. ഈ മോസ്ഫെറ്റ് ഓൺ ആയിട്ട് ഈ മോസ്ഫെറ്റ് പാസ് ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്താണ് ഒരു പാസ് ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. സോ വെൻ word line when word line is activated, okay, when word line is activated, MOSFET on agum, MOSFET on agum and act as a pass transistor. പാസ് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്തിട്ട് എന്താ ഈ മോസ്ഫെറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഇറ്റ് വിൽ കണക്ട് ദ ബിറ്റ് ലൈൻ ടു ദ കപ്പാസിറ്റർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു, ഓക്കെ, പാസ് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്തിട്ട് ഈ മോസ്ഫെറ്റ് പാസ് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്തിട്ട് ഈ പാസ് ട്രാൻസിസ്റ്റർ ഇനി ഈ ബിറ്റ് ലൈനെ നമ്മുടെ കപ്പാസിറ്റർ അല്ലേ ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്ന കപ്പാസിറ്റർ അതുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ബിറ്റ് ലൈൻ ടു ദ കപ്പാസിറ്റർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു സ്റ്റോർ സേ ഒരു 2 വോൾട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കും. 2 വോൾട്ട് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ലോജിക് 1 സോ ഇപ്പൊ നമുക്ക് 2 വോൾട്ട് സ്റ്റോർ ചെയ്യണം. 2 വോൾട്ട് മീൻസ് സേ 2 വോൾട്ട് ഈസ് ടേക്കൺ ആസ് ലോജിക് 1. ഇപ്പൊ ലോജിക് 1 സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മള് ഈ 2 വോൾട്ട് നമ്മൾ ഈ പോയിന്റ് എ, ഇതാണ് പോയിന്റ് എ എങ്കിൽ ഈ 2 വോൾട്ട് നമ്മൾ ഈ പോയിന്റ് എയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഈ 2 വോൾട്ട് അപ്പൊ നമ്മൾ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും. വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മോസ്ഫെറ്റ് ഓൺ ആണ്. ഈ മോസ്ഫെറ്റ് ഒരു പാസ് ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ആദ്യം ചെയ്യും. എന്നിട്ട് 2 വോൾട്ട് നമ്മൾ ഇവിടെ പോയിന്റ് എയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഈ 2 വോൾട്ട് എന്താണ്, ഈ മോസ്ഫെറ്റ് ഒരു പാസ് ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അന്നേരം ഈ 2 വോൾട്ട് ഇറ്റ് വിൽ ബി പാസ്ഡ് ബൈ ദിസ് പാസ് ട്രാൻസിസ്റ്റർ ഇൻ ടു ദ കപ്പാസിറ്റർ, ഇൻ ടു ദ മോസ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, നൗ ഇഫ് യു വോണ്ട് ടു സേ സ്റ്റോർ ലോജിക് 0, ഒരു ലോജിക് 0 ഫോർ എക്സാമ്പിൾ 0 വോൾട്ട് ടേക്കൺ ആസ് ലോജിക് 0 ആണ് സേവ് ചെയ്യേണ്ടത് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? വി വിൽ ഹാവ് ടു ഫിക്സ് 0 വോൾട്ട് അറ്റ് പോയിന്റ്. നമ്മൾ എന്താണ് 0 വോൾട്ട് പോയിന്റ് എയിൽ ഫിക്സ് ചെയ്യും. ഓക്കെ, 0 വോൾട്ട് നമ്മൾ പോയിന്റ് എയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് എന്താണ്, അപ്പം എഗെയിൻ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പാസ് ട്രാൻസിസ്റ്റർ ഓൺ ആണ്. ഈ 0 വോൾട്ടിനെ നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യും? ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ മോസ് കപ്പാസിറ്റർ. മോസ് കപ്പാസിറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ 2 വോൾട്ട് സ്റ്റോർ ചെയ്യും. 2 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക് 1. 0 വോൾട്ട് ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക് 0. ഇതാണ് ഇതിന്റെ റൈറ്റ് ഓപ്പറേഷൻ. ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, വേർഡ് ലൈനും ആക്ടിവേറ്റ് ചെയ്ത് ബിറ്റ് ലൈനും ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ അപ്പം വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ഓൺ ആകും. വാട്ട് എവർ യു ഫിക്സ് അറ്റ് എ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ മോസ് കപ്പാസിറ്റർ. ഓക്കെ, മോസ് കപ്പാസിറ്ററിന്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് സിലബസിൽ കാണത്തില്ല. അതിന്റെ വർക്കിങ്ങിനകത്ത് എങ്ങനെയാണ് സ്റ്റോറേജ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കപ്പാസിറ്റർ ഈസ് ഇംപ്ലിമെന്റഡ് യൂസിങ് മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ കപ്പാസിറ്റർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റീഡ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റീഡ് ഓപ്പറേഷൻ. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു. അടുത്ത റീഡ് ഓപ്പറേഷൻ. റീഡിംഗ് മീൻസ് എന്താ? നമ്മൾ മുമ്പേ കപ്പാസിറ്ററിലേക്ക് സ്റ്റോർ ചെയ്തില്ലേ 2 വോൾട്ടും 0 വോൾട്ടും. ഓക്കെ, റീഡിംഗ് മീൻസ് വാട്ട് എവർ ഈസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. എന്താണോ നമ്മൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, വി വോണ്ട് ടു കളക്ട് ദാറ്റ് ഡേറ്റ. ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യണം. അതാണ് റീഡ് ഓപ്പറേഷൻ. സോ റീഡ് ഓപ്പറേഷൻ മീൻസ് റീഡിംഗ്. റീഡിംഗ് മീൻസ് എന്താണ്? വാട്ട് എവർ ഈസ് സ്റ്റോർഡ് in the capacitor, whatever we store in the capacitor, we want to collect that data. ഓക്കെ, നമ്മൾ മുമ്പേ സ്റ്റോർ ചെയ്ത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പഠിക്കുന്ന റാം എല്ലാം ഡൈനമിക് റാം ആണ്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ടേക്ക് വരുമ്പം ഞാൻ പറയും എന്തുകൊണ്ടാണ് അതിനെ ഡൈനമിക് എന്ന് പറയുന്നത്. ഡൈനമിക് റാമിന്റെ റൈറ്റ് ഓപ്പറേഷൻ റീഡ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതിന്റെ റീഡിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എഗെയിൻ ഇവിടെ വേർഡ് ലൈൻ ഉണ്ട്. സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്ത പോലെ വേർഡ്
ലൈനെയൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ആസ് എ പാസ് ട്രാൻസിസ്റ്റർ. അപ്പൊ ഈ ഇതിന്റെ മോസ്ഫെറ്റിന്റെ ഈ ടെർമിനൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ബിറ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ബിറ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പൊ സ്റ്റെപ്പ് 1 വേർഡ് ലൈനും ഈ ബിറ്റ് ലൈനും ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ നോഡിൽ നമ്മൾ പിന്നെ ഒരു വോൾട്ടേജ് ഫിക്സ് ചെയ്യും. അത് ഈ കപ്പാസിറ്റർ വഴി എവിടേക്കായിരിക്കും കൊടുക്കുന്നത്? നമ്മുടെ കപ്പാസിറ്ററിലേക്ക് കൊടുക്കും. ഇതാണ് നമ്മുടെ റൈറ്റ് ഓപ്പറേഷൻ. ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാം. അപ്പൊ റീഡ് ഓപ്പറേഷനകത്ത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വേർഡ് ലൈനും ബിറ്റ് ലൈനും. സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ വേർഡ് ലൈൻ ആൻഡ് ബിറ്റ് ലൈൻ ആർ ആക്ടിവേറ്റഡ്. ഓക്കെ, ബോത്ത് ആർ ആക്ടിവേറ്റഡ്. വേർഡ് ലൈനും ബിറ്റ് ലൈനും ആക്ടിവേറ്റ് ചെയ്യും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് now you apply വൺ വോൾട്ട്. റിമെമ്പർ, നമ്മൾ ഫിക്സ് ചെയ്യുവല്ല, നമ്മൾ മുമ്പേ 1 വോൾട്ട് ആ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സ് ചെയ്യുവാണ്. ഇവിടെ അങ്ങനല്ല. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വി വിൽ അപ്ലൈ, ഓക്കെ, നൗ അപ്ലൈ 1 വോൾട്ട്. ഓക്കെ, റിമെമ്പർ, നമ്മൾ ഫിക്സ് ചെയ്യുമല്ല, നമ്മൾ വി ജസ്റ്റ് അപ്ലൈ 1 വോൾട്ട് ഫോർ ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഓക്കെ, ആൻഡ് ദെൻ ലീവിങ്. അതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പഠിക്കണ്ട, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 1 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യും ആ പോയിന്റിൽ, അല്ല ഫിക്സ് ചെയ്യുമല്ല. ഓക്കെ, നൗ ഈ ലോജിക് 1 ആണോ ലോജിക് 0 ആണോ എന്നുള്ളത് ഈ റൈറ്റ് ഓപ്പറേഷനിൽ നമ്മൾ ഓൾറെഡി അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോജിക് 1 ഓർ ലോജിക് 0 ഹാസ് ഓൾറെഡി ബീൻ സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഡ്യൂറിങ് ഏതാണ്? റൈറ്റ് ഓപ്പറേഷൻ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ ഓൾറെഡി റൈറ്റ് ഓപ്പറേഷനിൽ ഈ മോസ് കപ്പാസിറ്ററിലേക്ക് ലോജിക് 1 ആണോ ലോജിക് 0 ആണോ എന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ഈ പോയിന്റ് എയിൽ നമ്മൾ ഇനി 1 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഓക്കെ, അപ്പൊ 1 വോൾട്ട്. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു. സ്റ്റെപ്പ് 1 എന്ന് കൂട്ട് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്തു. നമ്മുടെ ബിറ്റ് ലൈനും ആക്ടിവേറ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? 1 വോൾട്ട്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ അപ്ലൈ 1 വോൾട്ട് ഓൺലി. ഓക്കെ, ഓൺലി ഫോർ ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഓക്കെ, അപ്ലൈ ചെയ്തു. കപ്പാസിറ്ററിനകത്ത് വോൾട്ടേജ് ഓൾറെഡി റൈറ്റ് ഓപ്പറേഷൻ വഴി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോജിക് 1 ലോജിക് 0. ഓക്കെ, അപ്പൊ ഈ 1 വോൾട്ട് നമ്മൾ ഈ പോയിന്റ് എയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, ഓക്കെ, ഫോർ എക്സാമ്പിൾ when we apply this, ഇവിടെ ഈ എ എന്ന് പറഞ്ഞ ടെർമിനൽ നമ്മൾ 1 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കപ്പാസിറ്റർ വോൾട്ടേജ് ഈസ് 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് എടുക്കുക, കപ്പാസിറ്റർ 2 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. കപ്പാസിറ്റർ 2 വോൾട്ടിലാണെന്ന് വിചാരിക്കുക. കപ്പാസിറ്റർ നമ്മൾ മുമ്പേ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യം 2 വോൾട്ട് അല്ലേ, ലോജിക് 1 മുമ്പേ റൈറ്റ് ഓപ്പറേഷനിൽ. അപ്പൊ കപ്പാസിറ്റർ ആ 2 വോൾട്ടിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഇത് 2 വോൾട്ടും ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്താണ്? 1 വോൾട്ടും ആണ്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ എന്താ പറ്റുന്ന അറിയാമോ? ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ടു എ. ഈ കപ്പാസിറ്റർ ഞാൻ കാണിച്ചു തരാം, ഡിസ്ചാർജ് പാത്ത് കാണിച്ചു തരാം. ഈ കപ്പാസിറ്റർ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മോസ്ഫെറ്റ് ഓൺ ആണ്, അത് പാസ് ട്രാൻസിസ്റ്റർ ആയി മുമ്പേ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഈ 2 വോൾട്ട് ആണ് ആ കപ്പാസിറ്ററിലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എയിലുള്ള പോയിന്റ് 1 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. മോസ് കപ്പാസിറ്റർ ആ ഡിസ്ചാർജ് ചെയ്യുന്ന പാത്താണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ പോയിന്റ് എയിലുള്ള വോൾട്ടേജ് 1 വോൾട്ട് അല്ലേ അപ്ലൈ ചെയ്തത്. നൗ ഈ പോയിന്റ് എയിലുള്ള 1 വോൾട്ടേജ് ഇപ്പൊ കൂടും. കാരണം ഡിസ്ചാർജ് ചെയ്ത് ഈ 2 വോൾട്ട് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പോയിന്റ് എയിലുള്ള 1 വോൾട്ട് അല്ലായിരുന്നോ നേരത്തെ? ആ പോയിന്റ് എയിലുള്ള 1 വോൾട്ട് എന്താണ്? കൂടും. ഓക്കെ, ഈ ഇൻക്രീസ് ഇൻ 1 വോൾട്ട് വിൽ ബി ഡിറ്റക്റ്റഡ്. അപ്പൊ ഈ ഇൻക്രീസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യും. ഈ ഇൻക്രീസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ഇൻക്രീസ് ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ലോജിക് 1. കണ്ടോ, സിമ്പിൾ. ഇപ്പൊ ലോജിക് 1 ആണോ ലോജിക് 0 ആണോ നമ്മൾ റീഡ് ചെയ്യുക. കപ്പാസിറ്ററിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ 2 വോൾട്ട് ആണെങ്കിൽ അത് ലോജിക് 1 ആണെന്ന് നമ്മൾ റീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 1 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എയിലുള്ള വോൾട്ടേജ് കൂടും. ആ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് 1.
ഓക്കെ, നൗ ഇഫ് ലോജിക് സീറോ, നമ്മുടെ കപ്പാസിറ്റർ നമ്മൾ മുമ്പേ ലോജിക് സീറോയും സ്റ്റോർ ചെയ്തില്ലേ. അപ്പൊ നൗ കപ്പാസിറ്ററിൽ ഫോർ എക്സാമ്പിൾ 2 വോൾട്ടിന് വരെ നമ്മുടെ ലോജിക് സീറോ വോൾട്ട്, അതായത് ലോജിക് സീറോ ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അതാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുന്നത്, എയിൽ നമ്മൾ ഒരു ഇൻസ്റ്റന്റിലേക്ക് എഗെയിൻ നമ്മൾ 1 വോൾട്ട് അപ്ലൈ ചെയ്യും. എയിൽ എഗെയിൻ നമ്മൾ ഒരു ഇൻസ്റ്റന്റിലേക്ക് 1 വോൾട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ലോജിക് സീറോ ആണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താ പറ്റുന്നത്, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഈ നോഡിന്റെ എയിലുള്ള വോൾട്ടേജിനെക്കാട്ടിയും കുറവല്ലേ. അപ്പൊ എന്താ പറ്റുന്നതെന്ന് അറിയാവോ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ വിൽ ചാർജ്. ആ ചാർജിങ് പാത്ത് ഇങ്ങനെയായിരിക്കും. കപ്പാസിറ്റർ വിൽ ചാർജ് ലൈക്ക് ദിസ്. കണ്ടോ, കാരണം നോഡിലുള്ള വോൾട്ടേജ് എയിലുള്ള വോൾട്ടേജ് 1 നമ്മൾ അപ്ലൈ ചെയ്ത് ഫോർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അപ്പൊ 0 വോൾട്ട് ആണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് അറ്റ് ഈ നോഡ് എയിലുള്ള അപ്ലൈ ചെയ്ത 1 വോൾട്ട് കുറയും. 1 വോൾട്ട് കുറയും. അപ്പൊ 1 വോൾട്ട് കുറയുമ്പോഴത്തേക്കും ആ ഡിക്രീസ് ഇൻ 1 വോൾട്ടിനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് ദാറ്റ് ഈസ് ടേക്കൺ ആസ്, ആ ഡിക്രീസ് സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ലോജിക് സീറോ ആയിട്ട് എടുക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻക്രീസോ ഡിക്രീസോ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ അപ്ലൈ 1 വോൾട്ട് ഹിയർ. ജസ്റ്റ് ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമ്മളൊരു 1 വോൾട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഇൻക്രീസും ഡിക്രീസും നമ്മൾ നോട്ട് ചെയ്തിട്ടാണ് 1 0 എന്ന് നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റീഡിങ് ഓപ്പറേഷൻ. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, പറഞ്ഞത് ജസ്റ്റ് ഒരു എന്താണ് ലെക്ചർ നോട്ട് പോലെ, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് എഴുതി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ വേർഡ് ലൈൻ ഉണ്ട്, ബിറ്റ് ലൈൻ ഉണ്ട്, നമ്മുടെ ഇൻക്രീസും ഡിക്രീസും, മോസ് കപ്പാസിറ്റർ ഉണ്ട്, കണ്ടോ ഒരു മോസ്ഫെറ്റ് ഉണ്ട്, പിന്നെ മോസ് കപ്പാസിറ്ററും ഉണ്ട്. ആ മോസ് കപ്പാസിറ്റർ ആണ് മോസ്ഫെറ്റ്. ഈ മോസ്ഫെറ്റ് ആണ് പാസ് ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഓർത്തോണം. വേർഡ് ലൈനും ബിറ്റ് ലൈനും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മോസ്ഫെറ്റ് ഒരു പാസ് ട്രാൻസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇത് പറഞ്ഞതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ റാം ഏതാണെന്ന് അറിയാമോ, ഡൈനമിക് റാം ആണ്. ഓക്കെ, ഡൈനമിക് റാം ആണ്. അതിന്റെ റൈറ്റ് ഓപ്പറേഷനും റീഡ് ഓപ്പറേഷനും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് ഡൈനമിക് റാം എന്ന് പറയുന്നത്, ബിക്കോസ് ഇവിടുത്തെ കപ്പാസിറ്റർ, ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഈ കപ്പാസിറ്റർ കണ്ടിന്യൂസ്ലി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ്ലി ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഈ റാം ഡിസ്കസ്ഡ് ഹിയർ ഈസ് ഡൈനമിക് റാം ബിക്കോസ് ഓഫ് ദ കപ്പാസിറ്റർ. ഇവിടുത്തെ ഈ കപ്പാസിറ്ററിനകത്ത് കണ്ടിന്യൂസ് ഡിസ്ചാർജ് ടേക്ക് പ്ലേസ്. സോ അങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അതിനെ റീഫ്രഷ് ചെയ്യണം. വി ഹാവ് ടു ഓൾവേസ് റീഫ്രഷ് ഇറ്റ്, ബിക്കോസ് വാട്ട് എവർ ബി ദ വോൾട്ടേജ് അറ്റ് ദ കപ്പാസിറ്റർ ഇറ്റ് വിൽ ബി ഡിസ്ചാർജ്ഡ് ഗ്രാജുവലി. അവിടെ ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് റീഫ്രഷ് ഇവിടെ റിക്വയർഡ് ആണ്. അതുകൊണ്ടാണ് ഈ റാമിനെ നമ്മൾ ഡൈനമിക് റാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ആ ഡൈനമിക് റാം ഉള്ളത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. ബിക്കോസ് അത് കണ്ടിന്യൂസ് റീഫ്രഷ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ് റീഫ്രഷ് റിക്വയർഡ് ആയിട്ടുള്ള റാം ഏതാണ് എന്നുള്ളത്. സോ റാം we discussed here, okay, the RAM we discussed here is dynamic RAM, is dynamic RAM because of the capacitor, because of the capacitor is getting capacitor continuous, because of the capacitor continuous discharge takes place. Capacitors continuous discharge takes place. Continuously അത് ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. സോ അത് കാരണം എന്താ പറ്റുന്നത്, സോ we have to always refresh it, because കാരണം എന്താ, because whatever be the voltage at the capacitor, it will be discharged gradually. ആ ഡിസ്ചാർജിങ് ചാർജിങ് വഴിയാണ് നമ്മുടെ ലോജിക് 1 ആണോ ലോജിക് 0 ആണെന്ന് റീഡ് ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ നമ്മൾ കണ്ടിന്യൂസ്ലി അതിനെ ആ മോസ്റ്റ് കപ്പാസിറ്ററിനെ നമ്മൾ റീഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂസ് റീഫ്രഷ് ഈസ് റിക്വയർഡ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഡൈനമിക് റാം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റീഫ്രഷ് റിക്വയർഡ്, ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. കണ്ടിന്യൂസ് റീഫ്രഷ് റിക്വയർഡ് ആയിട്ടുള്ളത് ഏതിനാണ്, ഡൈനമിക് റാമിനാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത്, ഈ ഡൈനമിക് റാമിന് എത്ര മോസ്ഫെറ്റ് ആവശ്യമുണ്ടെന്ന് ചോദിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി മോസ്ഫെറ്റ്സ് ആർ
ആർ റിക്വയർഡ് ഫോർ ഡൈനമിക് റാം. എത്രയാ? ഒന്നാണോ? അല്ല, ഒന്നെന്ന് പറയരുത്, രണ്ട് മോസ്ഫെറ്റ് ആണ്. കാരണം ഒരു മോസ്ഫെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാസ് ട്രാൻസിസ്റ്റർ ആണ്. പാസ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ആക്സസ് ട്രാൻസിസ്റ്റർ എന്നൊക്കെ ഇതിനെ പറയും. മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ കപ്പാസിറ്റർ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ മോസ്ഫെറ്റ്. മോസ് കപ്പാസിറ്റർ ആണ് ഈ കപ്പാസിറ്റർ. അപ്പം വിച്ച് ഇസ് ഓൾസോ മോസ്ഫെറ്റ് ഉള്ളി. ഇതും മോസ്ഫെറ്റ് തന്നെയാണ്. ഈ കപ്പാസിറ്റർ മോസ്ഫെറ്റ് തന്നെയാണ്. ദിസ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ മോസ്ഫെറ്റ്. മോസ് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഹൗ മെനി മോസ്ഫെറ്റ്സ് ആർ റിക്വയർഡ് ഫോർ എ ഡൈനമിക് റാം? രണ്ട് മോസ്ഫെറ്റ് നമ്മുടെ ഡൈനമിക് റാമിന് റിക്വയർഡ് ആണ്. ഓർത്തോണം, ഒന്നല്ല, ഒരു ഡൈനമിക് ഒരൊറ്റ ഒരു സെല്ലിന്, ആ ഒരു സെല്ലിന് രണ്ട് മോസ്ഫെറ്റ് ആവശ്യമാണ്. കാരണം ഒന്ന് നമ്മുടെ ഈ പാസ് ട്രാൻസിസ്റ്റർ ഓർ ആക്സസ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. പിന്നെ ഉള്ളത് ഈ മോസ് കപ്പാസിറ്റർ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് റീഫ്രഷ് വേണം. സോ വാട്ട് വി ഡു ഈസ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടതല്ല, അതുകൊണ്ട് നമ്മൾ വി വിൽ ഗോ ഫോർ സ്റ്റാറ്റിക് റാം. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ഈ കണ്ടിന്യൂസ് റീഫ്രഷ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് സ്റ്റാറ്റിക് റാമിലേക്ക് പോകും.